നമുക്ക് സുഭാഷ് ചന്ദ്രബോസിന്റെ ഫോട്ടോ പ്രിന്റ് ചെയ്യാം, അതുപോലെ തന്നെ അംബേദ്കറുടെ ഫോട്ടോ പ്രിന്റ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് ഭഗത് സിംഗിന്റെ ഫോട്ടോ പ്രിന്റ് ചെയ്യാം, അതുപോലെ തന്നെ ആയിരക്കണക്കിന് ധീരദേശാഭിമാനികളുടെ ഫോട്ടോ പ്രിന്റ് ചെയ്യാനുള്ള യോഗ്യത ഈ നോട്ടിനുണ്ട്. ഇതല്ലാതെ ഈ ഒരു മനുഷ്യനെ വെച്ച് മാത്രമേ ഈ നോട്ട് പ്രിന്റ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു തിട്ടൂരമൊന്നും ആരും ഇറക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കേട്ടോ. പിന്നെ ഈ ഒരു സംഭവം കൊണ്ടുവന്നത് BJP ആയതുകൊണ്ട് അവരിതിനെ മാറ്റുമെന്നൊക്കെ പറയുന്നുണ്ട്. അറിയില്ല, മാറ്റുകയാണെങ്കിൽ നല്ല കാര്യം. ഞാൻ അതിനോട് യോജിക്കുന്നു. കാരണം അത് മാറ്റിയിട്ട് ഇപ്പൊ ഇവര് BJP പറയുന്നു, അല്ലെങ്കിൽ BJP പറ്റി മറ്റുള്ളവർ പറയുന്ന പോലെ ഭാരതാംബയൊന്നും ചെയ്യാനായിട്ട് അവർ പോകുന്നില്ല. അവർ ഏതെങ്കിലും ദേശാഭിമാനികളുടെ ഫോട്ടോ തന്നെയായിരിക്കും പ്രിന്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, നല്ല കാര്യം, അവർ പ്രിന്റ് ചെയ്യട്ടെ എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. എനിക്ക് ഈ മനുഷ്യനേക്കാൾ കൂടുതൽ എനിക്കിഷ്ടം, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ മനുഷ്യനേക്കാൾ എനിക്ക് കൂടുതൽ ഇഷ്ടം എനിക്ക് അംബേദ്കറിനോടുണ്ട്. എനിക്കെന്നല്ല, അംബേദ്കറിനെ പഠിക്കുന്ന സമയത്ത് ഈ ഒരു മനുഷ്യൻ എത്രത്തോളം നമ്മുടെ രാജ്യത്തിനോട് എത്രത്തോളം ഇയാൾക്ക് കടമയും എന്താണ് പറയുന്നത് കർത്തവ്യബോധവും അതുപോലെ തന്നെ സ്നേഹവും ഒക്കെ എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇയാളുടെ പുസ്തകമല്ല വായിക്കേണ്ടത്, അംബേദ്കറുടെ പുസ്തകം വായിച്ചുകൊണ്ട് കേട്ടോ. അംബേദ്കറിന്റെ പുസ്തകങ്ങൾ വായിച്ചു നോക്കി അംബേദ്കറിനെയൊക്കെ മനസ്സിലാകുമ്പോഴത്തേക്ക് നമ്മൾ അംബേദ്കറിനെ കൂടുതൽ ആഴമായിട്ട് പഠിക്കുന്ന സമയത്ത് ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തി എത്രത്തോളം നമ്മുടെ ദേശത്തെ സ്നേഹിച്ചിരുന്നുവെന്നും നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടൊക്കെ എന്തുമാത്രം പോരാടിയിട്ടുണ്ടെന്നൊക്കെ നമുക്ക് അംബേദ്കറിനെ പഠിക്കുന്ന സമയത്ത് മനസ്സിലാവും. സോ എൻ്റെ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മനുഷ്യന്റെ ഫോട്ടോ തന്നെ ഈ നോട്ട് നിലനിൽക്കുന്നിടത്തോളം കാലം പ്രിന്റ് ചെയ്യണം എന്നുള്ള യാതൊരു പിടിവാശിയും എനിക്കില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇനി ഒരുപാട് ആളുകളെ കൂടി പ്രിന്റ് ചെയ്യണം.